എന്നും ലാർജർ ദാൻ ലൈഫായ കൊമേഴ്ഷ്യൽ സിനിമകളിലെ നായകന്മാർക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നടക്കാതെ പോയതൊക്കെയും സ്ക്രീനിൽ നായകന്മാർ ചെയ്യുന്നത് കണ്ട് പ്രേക്ഷകർ കൈയടിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ അതിശക്തരായ ആ നായകർക്കൊപ്പം മറ്റൊരു കൂട്ടം നായകന്മാരെയും മലയാള സിനിമ സൃഷ്ടിച്ചിരുന്നു. മിഡിൽ ക്ലാസ്സിൽപ്പെട്ട് ജീവിതം ആടിയുലയുന്ന, കുടുംബത്തിന്റെ ഭാരം സ്വന്തം തലയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അപകർഷതാബോധമുള്ള, പലപ്പോഴും തൊഴിൽ രഹിതനായ നായകന്മാർ. സൂപ്പർ താരങ്ങൾക്കൊപ്പം ഇത്തരം ജീവിതത്തെ പ്രതിനിധീകരിച്ച് സ്ക്രീനിലെത്തുന്ന നായകന്മാർക്കും കയ്യടി വീണിരുന്നു. ശ്രീനിവാസൻ, ജഗദീഷ് തുടങ്ങിയ അഭിനേതാക്കളായിരുന്നു പലപ്പോഴും അത്തരം നായകന്മാരെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. കാഴ്ചക്കാരന് കൂടുതൽ അടുപ്പം തോന്നിയിരുന്ന ആ നായകന്മാരുടെ ഇന്നത്തെ റെപ്രസെന്റേഷനാണ് ബേസിൽ ജോസഫ്. ഒട്ടും അസാധാരണത്വമില്ലാത്ത, എന്തിനേയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന റിലേറ്റബിൾ ആയ മുഖമാണ് ബേസിലിന്. ചുറ്റുമുള്ള സമൂഹത്തോട് അത്രമേൽ ഇഴുകിച്ചേർന്ന് നിൽക്കും ബേസിലിന്റെ കഥാപാത്രങ്ങൾ. ഇയാളെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഞാനാണല്ലോ എന്ന പ്രതീതി ബേസിൽ ജോസഫ് കഥാപാത്രങ്ങൾ എപ്പോഴും സമ്മാനിക്കുന്നു. ജീവിതത്തിൽ തങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന നായകനേക്കാൾ തങ്ങളുടെ ജീവിതം സ്ക്രീനിൽ പകർത്തുന്ന നായകനായാണ് ബേസിൽ മിക്ക സിനിമകളിലും എത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാളോട് എന്തെന്നില്ലാത്ത അടുപ്പം കാണുന്ന പ്രേക്ഷകർക്കും തോന്നും. ജീവിതഗന്ധിയായ ഈ നായകരെ സൃഷ്ടിക്കുന്നതിൽ സിനിമകളുടെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും എല്ലാം വലിയ റോളുണ്ടെങ്കിലും ആ ഓരോ വേഷങ്ങളിലും ബേസിൽ കൊണ്ടുവരുന്ന തന്മയത്വത്തിന്റെ ഒരു മാജിക്കുണ്ട്. തമാശ തന്നെയായിരുന്നു എന്നും ബേസിലിന്റെ പ്രധാന ആയുധം. എന്നാൽ ഗൗതമന്റെ രഥത്തിലെ വെങ്കിടിയായിരുന്നു അയാളിലെ അഭിനേതാവിന്റെ മറ്റൊരു മുഖം ആദ്യം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത്. നാടും വീടും കൂട്ടുകാരെ ഉപേക്ഷിച്ച് ഗൾഫിൽ പോകേണ്ടി വരുന്ന ഒരാളുടെ ആത്മസംഘർഷത്തെ ബേസിൽ മികച്ചതാക്കി. ഒരുത്തൻ സ്വന്തം നാട്ടുകാരെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് വേറെയൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കുമെന്ന് കൂട്ടുകാരോട് ചിരിച്ചുകൊണ്ട്, എന്നാൽ ഉള്ളിൽ വിഷമത്തോടെ പറഞ്ഞ് ഒടുവിൽ കലങ്ങിയ കണ്ണുമായി എയർപോർട്ടിലേക്ക് കയറിപ്പോകുന്ന വെങ്കിടി പലരുടെയും പ്രതിരൂപമായിരുന്നു. ജാനേമനിലെ ജോയ്മോൻ എന്ന നഴ്സിന്റെ ജീവിതത്തിലെ മനമടുപ്പിക്കുന്ന ഏകാന്തതയും നാട്ടിൽ കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിക്കുമ്പോഴുള്ള അയാളിലെ ആഘോഷവും ബേസിൽ കൈയടക്കത്തോടെ ചെയ്തു. ഒറ്റപ്പെടലിന്റെ വേദനയെ ഒരൊറ്റ സീൻ കൊണ്ട് ബേസിലിന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി. നായകനായി പുറത്തിറങ്ങിയ പാൽത്തു ജാൻവറിലെ മൃഗഡോക്ടർ പ്രസൂൺ കൃഷ്ണകുമാർ വളരെ ഇമോഷണലായ, സറ്റിലായ ബേസിൽ നായകനായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ വന്നു പെടുന്നയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തെയും ബേസിൽ ജോസഫ് മനോഹരമാക്കി. ഒരു മിനിമം ഗ്യാരണ്ടി നടനിലേക്കുള്ള ബേസിലിന്റെ ചുവടുമാറ്റമായിരുന്നു വിപിൻ ദാസ് സംവിധാനം ചെയ്ത ജയ ജയ ജയയിലൂടെ കണ്ടത്. പുരുഷാധിപത്യത്തിന്റെ പ്രതിനിധിയായ, കുടുംബത്തിലെ സ്ത്രീകൾക്ക് മേൽ അധികാരപ്രയോഗം കാണിക്കുന്ന രാജേഷ് ബേസിലിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. പ്രതിനായകന്റെ സ്വഭാവമുള്ള, എന്നാൽ വില്ലൻ വേഷങ്ങളുടെ സ്ഥിരം ശരീരഭാഷകളിലൂടെ സഞ്ചരിക്കാതെ ബേസിൽ ജോസഫ് രാജേഷിനെ തന്റെ സ്റ്റൈലിലേക്ക് മാറ്റിയെടുത്തു. ഇതിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രൂപം സൂക്ഷ്മദർശിനിയിലെ മാനുവലിൽ കണ്ടു. നെഗറ്റീവ് ടച്ചും നർമ്മ മുഹൂർത്തങ്ങളും ഉണ്ടെങ്കിലും രാജേഷും മാനുവലും രണ്ട് ധ്രുവങ്ങളിൽ നിലയുറപ്പിച്ചവരായിരുന്നു. കഠിന കടോരമി അണ്ടകടാഹം, തമാശകൾക്കും അപ്പുറം ബേസിൽ എന്ന നടനെ നന്നായി ഉപയോഗിച്ച സിനിമയായിരുന്നു. ചിത്രത്തിലെ ബച്ചു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ശരാശരി യുവത്വത്തിന്റെ നേർക്കാഴ്ചയാണ്. ഓരോ ബിസിനസ്സുകൾ തകരുമ്പോഴും അയാളിലെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. കോവിഡ് മൂലം ജീവിതം വഴിമുട്ടിയ അനേകം പേരുടെ പരക്കം പാച്ചിലിൽ ബച്ചുവും ഉൾപ്പെടുന്നു. ചുണ്ടിലൊപ്പിച്ച ചിരികൾക്കിടയിൽ തന്റെ ബുദ്ധിമുട്ടുകൾ ഒളിച്ചുവെച്ച ബച്ചു അഭിനേതാവെന്ന രീതിയിൽ ബേസിലിന് വഴിമാറിയുള്ള സഞ്ചാരമായിരുന്നു. വാപ്പയുടെ വാട്സ്ആപ്പ് വോയിസ് നോട്ടുകൾ കേട്ട് നെഞ്ചു തകരുന്ന ബച്ചുവിനെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആരുണ്ടാകും? ഫാലിമി എന്ന സിനിമയിലെ ബേസിലിന്റെ അനൂപ് ഒരു ശരാശരി മലയാളി യുവാവിന്റെ എല്ലാ അപകർഷതാബോധങ്ങളും പ്രാരാബ്ധവും സ്വപ്നങ്ങളും കൊണ്ടും നടക്കുന്നയാളാണ്. കല്യാണം നടക്കാതെ ആകുമ്പോഴുള്ള അയാൾക്കുള്ളിലെ സംഘർഷങ്ങളും സ്വന്തം അച്ഛനുമായുള്ള അനൂപിന്റെ അസ്വാരസ്യങ്ങളും ബേസിൽ ജോസഫ് കൃത്യതയോടെ നമുക്ക് മുന്നിലെത്തിച്ചു. ഗുരുവായൂർ അമ്പലനടയും നുണക്കുഴിയും സൂക്ഷ്മദർശിനിയും ബേസിലിന് മാത്രം ചെയ്യാനാകുന്ന കഥാപാത്ര നിർമ്മിതികളാണ്. പ്രാവിൻകൂടിലെ എക്സെൻട്രിക്കായ പോലീസുകാരൻ നോക്കിലും വാക്കിലും ശരീരഭാഷയിലും വരെ മറ്റൊരു ബേസിലിനെ കാണിച്ചു തന്നു. പക്ഷെ അയാളിൽ പോലും കാണികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന എലമെന്റുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ ചിത്രമായ പൊന്മാനിലെ PP അജേഷ് ജീവിക്കാനായി ഏതറ്റം വരെയും പോകാൻ കെൽപ്പുള്ള സാധാരണക്കാരനാണ്. കുടുംബത്തിനായി ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ളവരുടെ പ്രതിനിധിയാണ് അയാൾ. ജീവിതം എത്രയൊക്കെ ക്രൂരമായി പെരുമാറിയാലും പൊരുതാൻ ഉറച്ചു മുന്നോട്ട് നടക്കുന്ന അജേഷ് ബേസിൽ കരയാൻ മടിയില്ലാത്ത, വൾണറബിളായ, അമാനുഷികതയില്ലാത്ത നായകനാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം മലയാളി പ്രേക്ഷകർക്ക് ബേസിൽ ജോസഫ് സിനിമകൾ എന്നാൽ അത്രത്തോളം പ്രിയപ്പെട്ടതായി മാറുന്നത്. പക്ഷെ അപ്പോഴും ഏതെങ്കിലും ഒരൊറ്റ ബോക്സിൽ പെട്ടുപോകാതെ വേഷങ്ങളിലെ വൈവിധ്യം തേടാനും ബേസിൽ എന്ന നടൻ ശ്രമിക്കുന്നുണ്ട്. ബേസിൽ ചിത്രങ്ങൾ കാണാൻ തിയേറ്ററുകളിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർ ആ വ്യത്യസ്തത കൂടി കാത്തിരിക്കുന്നവരാണ്.
റിലീസ് കാത്തിരിക്കുന്ന മരണമാസം എന്ന ചിത്രത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുക്കുകയാണെന്ന് ബേസിൽ അടുത്തിടെ പറഞ്ഞിരുന്നു. സംവിധാനത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ബേസിൽ പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരും ഏറെയാണ്. കുഞ്ഞിരാമായണവും ഗോദയും മിന്നൽ മുരളിയും ഒരുക്കിയ സംവിധായകന്റെ അടുത്ത ചിത്രത്തിനായി കുറച്ചധികം നാളായാലോ നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷെ ബേസിൽ എന്ന നടന് വലിയൊരു ഇടവേള കൊടുക്കാൻ കാണികൾ തയ്യാറാകുമെന്നും തോന്നുന്നില്ല. കാരണം അവരുടെയൊക്കെ സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ അതുപോലെ സ്ക്രീനിലെത്തിക്കാൻ ഒരാൾ വേണമല്ലോ.